നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി അനിഴം നക്ഷത്രക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ മുഴുവനായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. 1202 അനിഴം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. തൊഴിൽപരമായി പറയുകയാണെങ്കിൽ തൊഴിലിൽ ഒരു സമ്മിശ്ര ഫലം ഉണ്ടാവുന്ന വർഷമാണ്. കർമ്മമേഖല പുഷ്ടിപ്പെടുവാനും തൊഴിൽ വിജയം ഉണ്ടാവാനും ആഗ്രഹങ്ങൾ സഫലമാവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനും സാധ്യതയുണ്ട്. എന്നാൽ മേലധികാരിയുടെ അപ്രീതി ഉണ്ടാകാനും സഹപ്രവർത്തകരിൽ നിന്ന് സഹകരണമില്ലായ്മ ഉണ്ടാകുവാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. കാര്യപ്രാപ്തിയോടെ പ്രവർത്തിച്ച് സഹപ്രവർത്തകരുമായും മേലധികാരിയുമായും കൂടുതൽ രമ്യതയിൽ പോകുകയാണെങ്കിൽ ഈ വർഷം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തൊഴിൽ മേഖലയിൽ മുന്നോട്ട് പോകുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. സ്ഥാനഭ്രംശം ഉണ്ടാകുവാനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധനപരമായി പറയുകയാണെങ്കിൽ ധനപുഷ്ടി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. വിവിധ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും കഴിയുന്നതാണ്. സർക്കാരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ധനവരവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവ നടന്നു കിട്ടുന്നതാണ്. അധിക ചിലവ് ഉണ്ടാവുമെങ്കിലും നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ്. വായ്പക്ക് അപേക്ഷിച്ചവർക്ക് ഈ സമയം വായ്പ കിട്ടുവാനും സാധ്യതയുണ്ട്. സന്താന നേട്ടം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുവാനോ സന്താനങ്ങൾ വഴി ധനവരവ് ഉണ്ടാകുന്നതിനോ മറ്റു രീതിയിലുള്ള നേട്ടം ഉണ്ടാകുന്നതിനോ ഈ വർഷം ഇവർക്ക് കഴിയുന്നതാണ്. ബന്ധുജന സഹായവും ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളെ കൊണ്ട് അപ്രതീക്ഷിതമായ നേട്ടം ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്ന ബിസിനസ് നേട്ടം ഉണ്ടാകുന്ന ഒരു വർഷം ആണ്. ശത്രുനാശം ഉണ്ടാകുന്നതും വ്യവഹാര വിജയം നേടുവാൻ കഴിയുന്നതുമായ വർഷം കൂടിയാണ്. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന വർഷമാണ്. ദമ്പതികൾ തമ്മിൽ കൂടുതൽ രമ്യതയിൽ പോകുന്ന വർഷം കൂടിയാണ്. ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാർക്ക് ഒത്തുചേരുവാനും സഹകരണ മനോഭാവത്തോടെ മുന്നോട്ട് പോകുവാനും ഈ സമയത്ത് കഴിയുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. കീർത്തിയും പ്രശസ്തിയും അധികാരവും സ്ഥാനവും ഒക്കെ നേടുവാൻ കഴിയുന്ന ഒരു സമയമാണ്. വീട് വെക്കുവാൻ ദീർഘകാലമായി ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായി വീട് വെക്കുവാൻ കഴിയുന്നതാണ്. വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്കോ അനുകൂലമായ ഒരു സമയം കൂടിയാണ്. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വിദേശത്ത് ജോലി തേടുന്നവർക്ക് ആഗ്രഹം സഫലമാവുന്നതാണ്. വിദേശത്തു നിന്നും നാട്ടിൽ വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങുവാനോ വീട്ടിൽ ആഡംബര വസ്തുക്കൾ വന്നു ചേരുവാനോ സാധ്യതയുണ്ട്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ ശരീരസുഖം കുറവുള്ള ഒരു സമയമാണ്. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ തന്നെ ഉചിതമായ രീതിയിൽ ചികിത്സ നൽകി ആരോഗ്യം വീണ്ടെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹം, സന്താനലബ്ധി പോലെയുള്ള മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുവാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി വിവാഹം നടക്കാതെ പോയ യുവതി യുവാക്കൾക്ക് വിവാഹം നടന്നു കിട്ടുവാനും ഈ വർഷം സാധ്യത കൂടുതലാണ്. യാത്രാ ഗുണം ഉണ്ടാകുന്നതും യാത്ര നേട്ടമുണ്ടാകുന്നതുമായ ഒരു വർഷമാണ്. ക്ഷേത്ര ദർശനം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും പാൽപ്പായസം വഴിപാട് ചെയ്യുകയും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ഒക്കെ ചെയ്തവർക്ക്
ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിന് കഴിയുന്നതാണ്.